കിക്കോ വേഴ്സസ് കമാൻഡർ മാർഷലിന്റെ ഫൈറ്റ് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതാണ്. വരൂ, വന്ന് കണ്ട് രസിക്കൂ. ആരാണ് അതിശക്തനെന്ന്, ആരാണ് ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നതെന്ന് നോക്കാം. ഈ കമാൻഡർ മാർഷൽ ആരാണ്? ഞാനും അയാളും തമ്മിലുള്ള ഫൈറ്റ് ആരാണ് ന്യൂസാക്കി മാറ്റിയത്? ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ തീർച്ചയായും എന്തോ പ്രശ്നമുണ്ട്. സിഗ്നൽ വളരെ ദൂരെ നിന്നാണല്ലോ വരുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് എത്തിയേ പറ്റൂ. വേഗം സൂപ്പർ സ്പീഡോയെ വിളിക്കാം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. മമ്മി, ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് തോന്നുന്നു ഇവൻ ഈ ബാഗിനെ കുറിച്ചുള്ള രഹസ്യം മനസ്സിലായിട്ടുണ്ടെന്നാണ്. മമ്മി, അടുത്തുള്ള സ്ട്രീറ്റിലൂടെ എസ്കേപ്പ് ആയേക്കാം. അല്ലെങ്കിൽ ഇവൻ എന്റെ ബാഗും കൊണ്ട് രക്ഷപ്പെട്ടെന്നിരിക്കും. ഇവര് 3 പേരും ചേർന്ന് എന്നെ ഫുട്ബോൾ തട്ടി കളിക്കുകയാണല്ലോ. മമ്മി, രക്ഷിക്കണേ. ഒരു മിനിറ്റ്, അവിടെ നിൽക്കേ. എനിക്കെങ്ങാനും ദേഷ്യം വന്നാലുണ്ടല്ലോ. താങ്ക് യു കിക്കോ. പ്ലീസ്, ഇവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കൂ. ഇവരൊക്കെ എന്റെ ബാഗ് തട്ടിപ്പറിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ബാഗിനുള്ളിൽ എന്താണുള്ളത്? അത് ഞാൻ നിന്നോട് പിന്നീട് പറയാം. ആദ്യം നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. ഓടേണ്ടത് നമ്മളല്ല, പക്ഷേ ഇവന്മാരെ ഞാൻ ഇവിടുന്ന് ഓടിപ്പിക്കും. സൂപ്പർ സ്പീഡോ, നീ മേയർ അങ്കിളിനെ നോക്കിക്കോ. ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ഇപ്പോഴും ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. അപ്പോൾ അപകടം മറ്റെവിടെയും കൂടിയുണ്ട്. മേരങ്കൾ, ഇപ്പോഴെങ്കിലും പറയൂ, അങ്ങനെ ആ ബാഗിനകത്ത് എന്താണുള്ളത്? ഇവന്മാര് 3 പേരും അതെന്തിനാ തട്ടിപ്പറിക്കാൻ വന്നത്? പറയാം, തീർച്ചയായിട്ടും പറയാം. ഇതിനകത്തിന്റെ മുഴുവൻ ജീവിതത്തിന്റെയും സമ്പാദ്യമാണുള്ളത്. എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഡയമണ്ട് ആയിരിക്കുമെന്നാണ്. ഏയ് അല്ലല്ല, ഇതിനകത്ത് ഞാൻ ദിവസവും ശേഖരിച്ചു വെച്ച പൈസയാണ്. ഞാൻ എന്റെ ചില്ലറ കാശെല്ലാം ഇതിനകത്തിട്ട് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതും കൊണ്ട് ഞാൻ ഇന്ന് എന്റെ അക്കൗണ്ടിൽ ഇടാൻ പോകുമ്പോഴായിരുന്നു ഈ റോബോട്ട്സ് ഒക്കെ ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. ഇത് കൊള്ളാലോ. ചില്ലറ കാശിന് വേണ്ടിയാണോ ഇത്രയും പ്രശ്നം? എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആ റോബോട്ട്സ് എന്തിനാണ് ചില്ലറ കാശ് തട്ടിപ്പറിക്കാൻ വന്നത്? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ഇപ്പോഴും ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സിഗ്നൽ സിറ്റിയുടെ മറ്റൊരു ഭാഗത്തുനിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ റോബോട്ട്സിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ആയിരിക്കുമെന്നാ. ശരിക്കുള്ള ക്രൈം മറ്റെവിടെയോ നടക്കുന്നുണ്ട്. വേഗം ആ സൂപ്പർ സ്പീഡോ. അതിവേഗം ഒരു കാര്യം ചെയ്താൽ ഫടാഫട്ട് എന്ന് പറയും. ക്രൈമിന് ശേഷം കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. സാറേ, എന്തൊരു പഞ്ചായത്ത്. ഞാനിതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ.
ജൂനിയർ ഡിറ്റക്റ്റീവ് അങ്കിൾ, പിന്നീട് ഇതൊക്കെ നോട്ട് ചെയ്യാം. ആദ്യം ഒരു കാര്യം പറയൂ, എന്ത് ക്രൈമാണ് സംഭവിച്ചത്? ആരോ ട്വിങ്കിളിനെയും ഡോഡോയെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുക. എന്തോ Kidnapping ഓ? ആരാണ് കിഡ്നാപ്പ് ചെയ്തത്? അവന്മാരെ ഞാൻ അടിച്ചടിച്ച് പീസാക്കും. അവൻ അവരെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത്? വരൂ കിക്കോ. അതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. അയാൾ അവരെ നിർബന്ധിച്ച് കടത്തിക്കൊണ്ട് പോകുമ്പോ അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാ. പക്ഷെ എങ്ങനെയാ? എന്റെ വിരലിൽ ഒരു തുള്ളി നെയ്യുള്ളപ്പോൾ പെട്ടെന്ന് ഒരു പൂച്ച വന്നത് നക്കിയേച്ചു പോയി. എന്നുവെച്ചാൽ? സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ദേ നിങ്ങൾ ആ ആഡൊന്ന് നോക്കിയേ. അയാളാണ് കമാൻഡർ മാർഷൽ. ഇംഗ്ലണ്ട് ഡൂഡോയെ കിഡ്നാപ്പ് ചെയ്യുമ്പോ ആരോ അവനെ കണ്ടിട്ടുണ്ട്. പക്ഷേ കമാൻഡർ മാർഷൽ ട്വിങ്കിളിനെയും ഡോഡോയും എന്തിനാ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത്? പിന്നെ ഇവിടെ ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതിനെന്താ അർത്ഥം? ടെമ്പോ അണ്ണാ, ഈ സമയത്ത് ഇയാളെന്തിനാ കോൾ ചെയ്യുന്നത്? ഹലോ, പറയൂ ടെമ്പോ അണ്ണാ. കീക്കോയും സൂപ്പർ സ്പീഡോയും എന്റെ കൂടെ തന്നെയുണ്ട്. ആ? ഈഷ്, ശരി ശരി, ഞാൻ എല്ലാവരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരാം. ഈഷ്, ഇത് വലിയ പ്രശ്നമായി കീക്കോ. നമുക്കെല്ലാവർക്കും ഉടൻ തന്നെ ടെമ്പോ അണ്ണന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. എന്തു പറ്റി ടെമ്പോ അണ്ണ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ എല്ലാവരും ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അയ്യോ, അത് ഞാനിപ്പോ പറയാം. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു പോയി. ദേ ഇത് കണ്ടോ? ഈഷ്, നീ ഈ റോബോട്ടിന് വെച്ച പേര് തെറ്റാണെന്നാണോ പറയുന്നത്? അയ്യോ, അതല്ല മേയർ സാറേ. എനിക്ക് കമാൻഡർ മാർഷൽ ഇങ്ങനെ ഒരു റോബോട്ടിനെ ചെയ്യാൻ ഓർഡർ തന്നിരുന്നു. ഈ റോബോട്ടിന്റെ സ്പെഷ്യലായ കാര്യം എന്താണെന്ന് അറിയോ? ആരെങ്കിലും ഇതിനകത്ത് കയറി ഇരുന്നാ പിന്നെ അവർ ഏത് തരത്തിലുള്ള മൂവ്മെന്റ്സ് കൊടുത്താലും ഈ റോബോട്ടും അതേപോലുള്ള മൂവ്മെന്റ്സ് കൊടുക്കും. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മനുഷ്യൻ ഓടാൻ തുടങ്ങിയാൽ ഈ റോബോട്ടും ഓടുമെന്നാണോ പറയുന്നത്? കറക്റ്റ്. ഇതിനകത്ത് പോയിട്ട് ആരെങ്കിലും ഫൈറ്റ് ചെയ്യാനായിട്ട് കയ്യും കാലും അനക്കിയാ മതി. ഈ റോബോയും അതുപോലെ പഞ്ച് ആൻഡ് കിക്ക് ചെയ്യുന്നതാണ്. ഈഷ്, കൊള്ളാം. നീ വളരെ നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടെമ്പോ അണ്ണാ. ഇനി നമുക്ക് സിറ്റി ക്ലീൻ ചെയ്യുവാനായിട്ട് ചിലരെ ബ്രൂം സ്റ്റിക്കുമായി അവിടെ നിർത്തി വെച്ചേക്കാം. അപ്പോൾ ടോട്ടൽ സൺസിറ്റിയെയും ഈസി ആയിട്ട് ഇവരൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ. അയ്യോ, ഇത് ക്ലീൻ ചെയ്യാൻ ഉണ്ടാക്കിയതല്ല, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമാൻഡർ മാർഷൽ ഇത് ഉണ്ടാക്കിയത്. അവിടെയാണ് ഒരു തെറ്റ് പറ്റിയത്. ഞാൻ അയാൾ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ചു. എന്നുവെച്ചാൽ കമാൻഡർ മാർഷൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പോയിരിക്കുക. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? നീ അവനൊരു ഫോൺ ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡാണിത്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിക്കണം. ഹലോ കിക്കോ, ട്വിങ്കിൾ ആൻഡ് ഡൂഡോയെ കടത്തിക്കൊണ്ടുവന്നതിന് സോറി. എനിക്ക് 3 റോബോട്ടിന് വെച്ച് ശ്രദ്ധയൊന്ന് മാറ്റേണ്ടി വന്നു. കമാൻഡർ മാർഷൽ, ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ട്വിങ്കിളിനെയും ഡോഡോയും പുറത്തു വിടുന്നതാണ് നല്ലത്. വിട്ടേക്കാം, തീർച്ചയായിട്ടും വിട്ടേക്കാം. അവരെ രണ്ടുപേരും ഞാൻ ഒരിക്കലും ടോർച്ചർ ചെയ്യില്ല. പക്ഷേ വേറൊരു കാര്യം, അതിനു മുമ്പ് നീ എന്റെ 2 കണ്ടീഷൻസ് അനുസരിക്കണം. അതെന്താണ് കണ്ടീഷൻ? ആദ്യത്തെ കണ്ടീഷൻ, ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്റ്റേഡിയത്തിൽ വെച്ച് നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. സോറി കമാൻഡർ മാർഷൽ, ഞാൻ പബ്ലിക് ഷോയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാറില്ല. എന്നാ ശരി, പക്ഷേ നീ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലോ അല്ലേ? നോക്ക്, പാവം എത്ര നേരമായി ഈ ബോക്സിനകത്ത് കുടുങ്ങി കിടക്കുന്നത്. കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡ് ഇതാണ്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിക്കണം. നിന്റെ കൂട്ടുകാരെ നീ കണ്ടല്ലോ. ഒരുപക്ഷെ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, പിന്നീട് ഒരിക്കലും നിനക്ക് ഇവരെ കാണാൻ കഴിയില്ല. ഫൈറ്റ് ചെയ്യൂ കിക്കോ. കമാൻഡർ മാർഷലിനെ 2 മിനിറ്റ് കൊണ്ട് നിനക്ക് തോൽപ്പിക്കാൻ പറ്റും. ഓക്കെ, എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിന്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എന്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ നീ ഈ ഫൈറ്റിൽ വിജയിക്കാൻ വേണ്ടിട്ടല്ല, എന്നോട് തോൽക്കുവാനായിരിക്കണം മത്സരിക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ തോൽപ്പിച്ചിട്ട് ഒരു കാര്യം നിരൂപിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നേക്കാൾ വലിയ ശക്തിമാൻ ഞാനാണെന്ന് നിരൂപിക്കണം. നീ വിജയിക്കുമെന്ന വിശ്വാസത്തോടെ ജനങ്ങൾ വോട്ടിംഗ് നിനക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ നിന്നെ തോൽപ്പിച്ച് എനിക്കൊരു കാര്യം നിരൂപിക്കണം. അതായത് ബെസ്റ്റ് ഫൈറ്റർ കമാൻഡർ മാർഷൽ ആണെന്ന് നിരൂപിക്കണം. ശരി, ഞാൻ നിന്റെ 2 കണ്ടീഷനും സമ്മതിക്കാൻ തയ്യാറാണ്. കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡ് ഇതാണ്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിക്കണം. ഗുഡ് ബോയ് കിക്കോ,
നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി നീ എന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണല്ലോ അല്ലേ? ആ പിന്നെ ഈ ഫൈറ്റ് നമ്മൾ രണ്ടുപേരും റോബോട്ടിന്റെ അകത്തിരുന്ന് വേണം ഫൈറ്റ് ചെയ്യാൻ. ഞാൻ ഈ റോബോട്ടിലിരുന്ന് ഫൈറ്റ് ചെയ്യും. നീ ആ റോബോട്ടിലിരുന്ന് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ടെമ്പോ അണ്ണനോട് പറഞ്ഞു വളരെ സ്പെഷ്യൽ ആയിട്ട് നിനക്ക് ഉണ്ടാക്കിയതാണ്. കാരണം നീ തോറ്റതിന് ശേഷം ജനങ്ങൾ ആരും സംശയിക്കരുത്. ഞാൻ ചീറ്റിംഗ് ചെയ്താണ് നിന്നെ തോൽപ്പിച്ചെന്ന് ആരും സംശയിക്കരുത്. ഓക്കെ കമാൻഡർ മാർഷൽ, എനിക്ക് നിന്റെ 2 കണ്ടീഷനും സമ്മതമാണ്. പക്ഷെ എനിക്കും ഒരു കണ്ടീഷൻ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ട്വിങ്കിളിനും ഡോഡോയ്ക്കും ഒരു അബദ്ധം ഉണ്ടാവാൻ പാടില്ല. നിന്റെ കണ്ടീഷൻ ഞാനും സമ്മതിച്ചു. അപ്പൊ നാളെ സ്റ്റേഡിയത്തിൽ ഫൈറ്റ് ചെയ്യാം. കിക്കോയും കമാൻഡർ മാർഷലും ട്വിങ്കിൾ ആൻഡ് ഡൂഡോ എന്റെ കൺട്രോളിൽ സേഫ് ആണ്. പക്ഷെ അത് എത്രത്തോളം എന്നറിയോ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നത് വരെ ആയിരിക്കും. ഇതാണ് കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡ്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിച്ചേ മതിയാകൂ. പക്ഷേ കീക്കോ മനഃപൂർവ്വം ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ തോറ്റ് പിന്മാറുകയും അവരുടെ വിശ്വാസത്തെ ചീറ്റ് ചെയ്യുന്നതും വളരെ വലിയ തെറ്റല്ലേ? എനിക്കറിയാം സൂപ്പർ സ്പീഡോ. പക്ഷേ ഇപ്പോ ട്വിങ്കിളിനെയും ഡോഡോയെയും വളരെ സേഫ് ആയിട്ട് ഇവിടുന്ന് രക്ഷിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായോ? ജയവും തോൽവിയും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ കീക്കോ, ഞാനുള്ളപ്പോ നീ എന്തിനാ റോബോട്ടിനകത്ത് കയറി ഫൈറ്റ് ചെയ്യുന്നത്? നീ പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ഫോർമുല യൂസ് ചെയ്ത് അതിനേക്കാളും പവർഫുൾ ആയ റോബോയായി മാറിയേക്കാം. അതൊന്നും വേണ്ട സൂപ്പർ സ്പീഡോ. നിനക്ക് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ കമാൻഡർ മാർഷലിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോ നീ ചെന്ന് ട്വിങ്കിളും ഡോഡോയും ഉള്ള ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഗ്രേറ്റ് ഐഡിയ ബഡി. ലൊക്കേഷൻ കിട്ടിയതും അത് ഞാൻ നിന്നോട് പറയുന്നതാണ്. നീ ആ കമാൻഡർ മാർഷലിനെ അടിച്ചു തെറിപ്പിക്കണം. വിജയം നിന്റേത് മാത്രമായിരിക്കും. ഇന്നിവിടെ നടക്കാനിരിക്കുന്ന ഈ ഫൈറ്റിൽ ഒരു സൈഡിൽ കമാൻഡർ മാർഷൽ, മറ്റേ സൈഡിൽ നിന്ന് വരുന്നത് കീക്കോ. സൂപ്പർ സ്പീഡോ, ഞാൻ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ട്വിങ്കിളിനെയും ഡോഡോയും കണ്ടെത്തണം. കമാൻഡർ മാർഷൽ അവരെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നത്. അത്യാവശ്യമാണെങ്കിൽ ഫോർമുല നമ്പർ 35 and 163 അപ്ലൈ ചെയ്യേ. ഓക്കെ ബഡി, നിന്റെ ഫൈറ്റിന് ഓൾ ദി ബെസ്റ്റ്. ഞാൻ ടിങ്കിളിനെയും ഡൂഡോയെയും കണ്ടെത്തിയ ഉടൻ തന്നെ നീ കമാൻഡർ മാർഷലിനെ തവിടുപൊടിയാക്കണം. പബ്ലിക് കീക്കോയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. വരൂ നമുക്കത് നോക്കാം. ശരിക്കും കീക്കോ കമാൻഡർ മാർഷലുമായി ഏറ്റുമുട്ടി വിജയം കൈവരിക്കുമോ ഇല്ലയോ എന്ന്. കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ കീക്കോ? ആ പിന്നെ നീ വിട്ടുതരുന്നത് വരെ ഒരിക്കലും പിന്മാറരുത്. എങ്കിലും ജനങ്ങൾ വിശ്വസിക്കൂ, നീ ശരിക്കും എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് കരുതും. നീയും എന്നെ ഇടിക്കാൻ വരുന്നത് പോലെ ആക്ട് ചെയ്യ. പക്ഷെ ഒരു കാര്യം, നീ ആക്ടിങ് മാത്രമേ ചെയ്യാവൂ. ഇത് കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡ് ആണ്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിച്ചേ മതിയാകൂ. അയ്യോ, ഈ കറുത്ത കളർ ഡ്രസ് എന്തിനാ കൊണ്ടുവന്നേ? എനിക്ക് കീക്കോ അടിവാങ്ങുന്നത് ഒരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കണ്ണട കൊണ്ട് ഞാൻ എന്റെ കണ്ണുകൾ മറയ്ക്കാൻ പോവുകയാണ്. മമ്മി, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. എന്റെ കീക്കോയെ ആരെങ്കിലും രക്ഷിക്കൂ. ഇനി എന്താണ് സംഭവിക്കുക?
കമാൻഡർ മാർഷലിന്റെ വീഡിയോ കോൾ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ട്വിങ്കിളിനെയും ഡോഡോയെയും ഇതുപോലെ ഒരു കണ്ടെയ്നറിലായിരുന്നു അടച്ചു വെച്ചത്. ഫോർമുല 35 ആക്ടിവേറ്റ് ചെയ്ത് ഓരോ കണ്ടെയ്നർ സ്കാൻ ചെയ്യണം. കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡ് ഇതാണ്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിച്ചേ മതിയാകൂ. കീക്കോ, ഞാൻ ആ കണ്ടെയ്നർ കണ്ടെത്തി. ട്വിങ്കിളും ഡോഡോയും അതിനകത്തുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ലോക്ക് ബ്രേക്ക് ചെയ്തേക്കാം. അടുത്ത സെക്കൻഡ് നീ കമാൻഡർ മാർഷലിനെ തീർത്തേക്കണം. താങ്ക് യു സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 27, 45 and 9 ആക്ടിവേറ്റ് ചെയ്ത് ലോക്ക് ബ്രേക്ക് ചെയ്തേക്ക്. അയ്യോ, നിങ്ങൾ കണ്ണു കെട്ടിരിക്കുന്ന ആ കറുത്ത തുണിയെടുത്തങ്ങ് മാറ്റ്. Now Kiko is back. ഞാൻ പറഞ്ഞ കണ്ടീഷൻ മറന്നുപോയ കിക്കോ. ഇനി നിന്റെ ഒരു കണ്ടീഷനും ഞാൻ അനുസരിക്കേണ്ട ആവശ്യമില്ല. സൂപ്പർ സ്പീഡോ ട്വിങ്കിൾ ആൻഡ് ഡോഡോയെ തേടി കണ്ടെത്തി കഴിഞ്ഞു. ഈ ലോക്ക് വളരെ സ്ട്രോങ് ആണല്ലോ. ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, എന്റെ സൂപ്പർ ഹോട്ട് റൈസ് കൊണ്ട് കട്ട് ചെയ്തേക്കാം. കീക്കോ, ഈ ലോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പരമാവധി ശ്രമിച്ചു. ഞാനിപ്പോൾ നിന്റെ അടുത്തേക്ക് വരികയാണ്. ആ ലോക്ക് അൺബ്രേക്കബിൾ ആണ്. ഈ താക്കോല് കൊണ്ട് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ കഴിയൂ. ഇത്ര വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ നീ എന്നെ തോൽപ്പിച്ചു. നീ എന്നെ അപമാനിച്ചു അല്ലേ? അതിനു പകരമുള്ള തിരിച്ചടി എന്റെ റോബോട്ട്സ് നിനക്ക് തരും. കിക്കോ, നിനക്ക് ഈ താക്കോൽ വേണം അല്ലേ? ധൈര്യമുണ്ടെങ്കിൽ നീ ചെന്നതെടുത്തോ. കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡ് ഇതാണ്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിക്കണം. കീക്കോ, ഈ റോബോട്ട്സ് എല്ലാം അതിശക്തന്മാരാണ്. അവർ രണ്ടുപേരും ചേർന്ന് എന്നെ ഒരു വഴിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ, എനിക്ക് തോന്നുന്നത് ഫോർമുല നമ്പർ 19 ആക്ടിവേറ്റ് ചെയ്യാന്നാണ്. എങ്കിലേ ആ താക്കോല് നമുക്ക് എടുക്കാൻ പറ്റൂ. കിക്കോ, ഇനി ഒരിക്കലും നിനക്ക് ഈ താക്കോൽ കിട്ടുന്ന പ്രശ്നമില്ല. മാത്രമല്ല, ഒരിക്കലും നിന്റെ കൂട്ടുകാരെയും രക്ഷിക്കാൻ കഴിയില്ല. കമാൻഡർ മാർഷലിന്റെ ഡിമാൻഡ് ഇതാണ്. എല്ലാവരും എന്റെ കമാൻഡ് അനുസരിക്കണം. ഇനി വേറെ വഴിയൊന്നുമില്ല. എനിക്ക് എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ.
കയ്യിൽ ഒരു കീയും വെച്ച് കുറെ നേരം അഭ്യാസം കാണിച്ച് ഇപ്പൊ തലയും കുത്തി താഴെ വീടില്ലേ? എന്ന് വെച്ചാൽ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്. കീക്കോ, ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് 2 വാക്കിൽ പറയണമെങ്കിൽ താങ്ക് യു. സാധാരണ താങ്ക് യു അല്ല, ഒരുപാട് താങ്ക് യു. വെരി താങ്ക് യു. ഈ സന്തോഷം ആഘോഷിക്കാൻ ഞാനൊരൽപ്പം കഴിച്ചോട്ടെ.